നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ അതീവ സുരക്ഷാ മേഖലയായ കൊച്ചി കപ്പൽശാലയിൽ രാജ്യവിരുദ്ധ സന്ദേശം കണ്ടെത്തിയ സംഭവം അതീവ ഗൗരവത്തോടെ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ പരിശോധിക്കുകയാണ്. നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലിന്റെ ഭിത്തിയിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് കോറിയിട്ട നിലയിൽ കണ്ടെത്തിയത് ആസൂത്രിതമായ നുഴഞ്ഞുകയറ്റത്തിന്റെ ലക്ഷണമാണോ എന്ന സംശയമാണ് ഇപ്പോൾ സുരക്ഷാ വിഭാഗങ്ങൾ ഉയർത്തുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഈ നീക്കം വലിയ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 152-ാം വകുപ്പ്, അതായത് രാജ്യദ്രോഹ പ്രകാരം കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും പ്രതികൾ ആരാണ് എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കപ്പൽശാലയുടെ സുരക്ഷാ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി ഇത്തരമൊരു സന്ദേശം എഴുതാൻ കഴിഞ്ഞു എന്നതും ഗൗരവമേറിയ അന്വേഷണത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ സ്ഥാപനത്തിൽ ചാരന്മാർ നുഴഞ്ഞുകയറി നിരീക്ഷണം നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. UK-യിലെ നോർത്ത് സ്റ്റാർ ഷിപ്പിംഗിനായി നിർമ്മിക്കുന്ന കപ്പലിലാണ് വിദ്വേഷ സന്ദേശം പതിഞ്ഞത്. CCTV ക്യാമറകളില്ലാത്ത നിർമ്മാണ മേഖലയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത് എന്നതും സുരക്ഷാ പാളിച്ചകളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഫെബ്രുവരി 25-നും ജൂൺ 10-നും ഇടയിലുള്ള കാലയളവിൽ ഇത് നടന്നുവെന്നാണ് നിഗമനം. ഈ കാലയളവിൽ കപ്പൽശാലയിൽ ജോലി ചെയ്ത കരാർ ജീവനക്കാരും താൽക്കാലിക തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ സമഗ്രമായി പരിശോധിക്കാനാണ് തീരുമാനം. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മുന്നോട്ടു പോകുമ്പോൾ കപ്പൽശാലയിലെ മുഴുവൻ ജീവനക്കാരുടെയും പശ്ചാത്തല പരിശോധന വീണ്ടും നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനകം ജോലി ചെയ്തവരും ഇപ്പോൾ ജോലിയിലുള്ളവരുമായ 200-ഓളം പേരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഇവർക്കൊപ്പം പുറത്തുനിന്നുള്ള ആരെങ്കിലും രേഖാമൂലമല്ലാത്ത രീതിയിൽ എത്തിയോ എന്നതും പരിശോധിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വിഷയമായതിനാൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള ഏജൻസികൾ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കപ്പൽശാലയുടെ ആഭ്യന്തര സുരക്ഷാ പരിശോധനകളിലും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. രാജ്യത്തിന്റെ പ്രധാന പ്രതിരോധ വാണിജ്യ നിർമ്മാണ കേന്ദ്രങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ കർശനമാക്കാനുള്ള നിർദ്ദേശം കേന്ദ്രം നൽകിയതായാണ് വിവരം. ആസൂത്രിതമായ അട്ടിമറി ലക്ഷ്യമിട്ടാണോ ഇത്തരം എഴുത്തുകൾ നടക്കുന്നതെന്നതാണ് കേന്ദ്ര ഏജൻസികളെ അലട്ടുന്ന പ്രധാന ചോദ്യം. ജീവനക്കാരുടെ പേര്, വിലാസം, ആധാർ വിവരങ്ങൾ, ക്രിമിനൽ പശ്ചാത്തലം എന്നിവ വീണ്ടും ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യും. സംശയാസ്പദമായ നീക്കങ്ങൾ നടത്തിയവരെ കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇത്രയും കർശന സുരക്ഷാ പരിശോധനകൾ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇത്തരമൊരു കൃത്യം നടന്നത് സുരക്ഷാ ഏജൻസികൾക്കും വലിയ തിരിച്ചടിയാണ്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഏതെങ്കിലും വിദേശ ഏജൻസികളുമായി ബന്ധമുള്ളവരാണോ എന്ന് കണ്ടെത്താനാണ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം നടക്കുക. കപ്പൽശാലയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് വിശദമായ റിപ്പോർട്ടും കേന്ദ്രം തേടിയിട്ടുണ്ട്. സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് പോലീസിനെയും സമ്മർദ്ദത്തിലാക്കുന്നു. എങ്കിലും കപ്പൽശാലയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും വേഗം പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കുറ്റക്കാർക്കെതിരെ ഏറ്റവും കർശനമായ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങളിൽ വ്യക്തമാക്കുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ ഒഴിവാക്കാൻ കപ്പൽശാലയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഉടൻ വരുത്തിയേക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യലിനും വിധേയമാക്കും. രാജ്യസുരക്ഷയ്ക്ക് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അധികൃതർ ഉറപ്പ് നൽകുന്നത്. രാജ്യദ്രോഹ കുറ്റത്തിനാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആരാണ് ഇതിന് പിന്നിലെന്നും പ്രകോപനം എന്താണ്, പിന്നിലെ ലക്ഷ്യം എന്താണ്, എഴുതാനുള്ള കാരണം കപ്പൽശാലയിൽ ആശങ്ക ഉണ്ടാക്കാനുള്ള നീക്കമാണോ എന്നതടക്കമാണ് അന്വേഷിക്കുന്നത്. അസാധാരണമായ സംഭവത്തിൽ എറണാകുളം സൗത്ത് ടൗൺ പോലീസാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. CISF-ന്റെ കപ്പൽശാലയുടെയും അനുമതിയുടെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് ആളെ കണ്ടെത്താനുള്ള നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. മാത്രമല്ല, ഇത്തരം ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ തന്നെ സുരക്ഷാ ഭീഷണികളെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ അടക്കം പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം നിരന്തരം പലതരത്തിലുള്ള ഭീഷണികളാണ് നമ്മുടെ രാജ്യത്തിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ബഹിരാകാശ മേഖലകളിലടക്കം ശത്രു രാജ്യങ്ങൾ കൂടുതൽ ഉപഗ്രഹ വിന്യാസങ്ങൾ നടത്തുന്നുണ്ട്. അത് കൃത്യമായിട്ട് അതിർത്തി മേഖലകളിലടക്കം ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കാൻ വേണ്ടി
വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഒരുപടി മുന്നിൽ തന്നെയാണ് ഇന്ത്യ എന്ന് അവകാശപ്പെടുന്ന പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യസുരക്ഷയെ ചോദ്യം ചെയ്യുന്നതിന് സമാനമാണ്. കഴിഞ്ഞ ദിവസം അടക്കം നമുക്കറിയാം 3 പടുകൂറ്റൻ യുദ്ധക്കപ്പലുകളാണ് ഇന്ത്യ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അതിനും 2 ദിവസം മുമ്പാണ് ബംഗാൾ ഉൾക്കടലടക്കം പാകിസ്ഥാൻ അന്തർവാഹിനികൾ നിരത്തുന്നുണ്ട്, അല്ലെങ്കിൽ അന്തർവാഹിനികൾ അവിടെ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നത്. അതിനുശേഷമാണ് ഇന്ത്യ 3 കപ്പലുകൾ, അതും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രതിരോധ രംഗം വളരുകയാണ്. ബജറ്റിലടക്കം നമുക്കറിയാം പ്രതിരോധ മേഖലയ്ക്കായിട്ട് വലിയൊരു തുക തന്നെയാണ് എപ്പോഴും കേന്ദ്രം മാറ്റിവെക്കാറുള്ളത്. അത്രയേറെ കുതിപ്പ് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയല്ല ഇപ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ടും നമ്മൾ തന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന പല ആയുധങ്ങളും പല ഉപകരണങ്ങളുമാണ് പല മേഖലകളിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രയേറെ വളർച്ച ഇന്ത്യ കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിരോധ രംഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ വരുന്നത്. തീർച്ചയായിട്ടും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇതിനു മുമ്പും നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. എവിടെയാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് തന്നെ നമുക്കും വിചാരിക്കാം.